സാധാരണ നാം ദേവാലയങ്ങളിൽ ചെന്ന് ദൈവത്തെ കണ്ട് അനുഗ്രഹം വാങ്ങുകയല്ലേ പതിവ്. എന്നാൽ ചില അവസരങ്ങളിൽ ദേവനോ ദേവിയോ വീടുകളിലേക്ക് എഴുന്നള്ളാറുണ്ട്. അതൊരു പക്ഷേ ആനപ്പുറത്താവാം, പല്ലക്കിലാവാം, അല്ലെങ്കിൽ തലയിലോ ചുമലിലോ ഏറ്റിയ ജീവതയായിട്ടാവാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിലും കാവുകളിലും ആഘോഷമായാലും ആചാരമായാലും അനുഷ്ഠാനമായാലും ഇത്തരം വ്യത്യസ്തതകൾ ഒരുപാടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ശാസ്തമംഗലം മഹാദേവർ തിരുവാറാട്ടുകാവ് കാളിദാസൻ എന്ന കൊമ്പനാനയുടെ മുകളിൽ കയറി ഞങ്ങളുടെ വീട്ടിൽ വന്നു. കൊടിയിറക്കും ആറാട്ടും കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ആറാട്ട് കഴിഞ്ഞാൽ പറയെഴുന്നള്ളിപ്പാണ്. നിലവിളക്കും നിറപറയും വെച്ച് ജനങ്ങൾ സന്തോഷത്തോടെ ഭഗവാനെ വരവേൽക്കും. 5 or 7 തിരിയിട്ട് വിളക്കുകൾ കത്തിച്ചു വയ്ക്കും. അതിനു മുൻപിലെ തൂശനിലയിൽ പൂജാസാധനങ്ങൾ ഒരുക്കി വയ്ക്കും. ഓണാട്ടുകരയിലെ അൻപൊലി ഉത്സവത്തിൽ അവില്, മലര്, നെല്ല്, പുഴുങ്ങാത്ത നെല്ലുകുത്തിയ അരി, പഴം എന്നിങ്ങനെ 5 പറയാനുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ മഞ്ഞൾപ്പറ, അരിപ്പറ, പണപ്പറ, പൂപ്പറ, പയറുപറ എന്നിങ്ങനെ പറസമർപ്പണം പലതരത്തിലുണ്ട്. പണ്ടൊക്കെ കൊയ്ത്തു കഴിഞ്ഞാൽ മിക്ക വീടുകളിലും പത്തായപ്പുരം നിറയെ നെല്ലുണ്ടാകും. ദേശക്കാരെല്ലാവരും തന്നെ തങ്ങളുടെ പടിക്കലും വീട്ടുമുറ്റത്തും എത്തുന്ന ദേവന് അഥവാ ദേവിക്ക് കിട്ടിയതിലൊരംശം, അത് നെൽപ്പറയാവാം, സമർപ്പിച്ച് അനുഗ്രഹം തേടും. അക്കാലത്ത് ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള നെല്ല് ഇങ്ങനെ ലഭിക്കുമായിരുന്നു. ഇന്ന് കേരളത്തിൽ നെൽകൃഷിയൊക്കെ ഒരുപാട് കുറഞ്ഞെങ്കിലും ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ മുടക്കം കൂടാതെ നടന്നു വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നെല്ലും പറയും ക്ഷേത്രാധികാരികൾ തന്നെ കൊണ്ടുവരും. ഒരു പറക്കിത്ര എന്ന കണക്ക് വെച്ച് കാശ് കൊടുത്താൽ മതി. മലയാള സിനിമയുടെ കാരണവരായിരുന്ന തിക്കുറിശ്ശി ചേട്ടൻ്റെ വീടിന് മുമ്പിൽ ആറാട്ട് ഘോഷയാത്രയ്ക്ക് ഗംഭീര സ്വീകരണം ഒരുക്കിയിരുന്നു. ഉത്സവങ്ങൾ എന്നും നമുക്ക് ഹരമാണ്. കൊടിമരത്തിൽ കൊടിയേറ്റിയാൽ, ചെണ്ടപ്പുറത്ത് കോല് വയ്ക്കണ ഒച്ച കേട്ടാൽ അതെത്ര അകലെയായാലും കഷ്ടപ്പെട്ട് അവിടം വരെ പോകും. എന്തിനാണ്? നാലാളെ കാണാം, പഴയ പരിചയങ്ങൾ പുതുക്കാം. ഒത്തൊരുമിക്കലിൻ്റെ കാലമാണത്. പല കാരണങ്ങളാലും വർഷങ്ങളോളം തമ്മിൽ കാണാതെ കഴിയുന്ന സഹോദരങ്ങളും അവരുടെ അച്ഛനമ്മമാരും ഒരുമിച്ചിരിക്കുന്നതും ഒരുമിച്ച് ഉണ്ണുന്നതും കൂടുതലും ഉത്സവ സീസണിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഉത്സവം എന്നത് ഒരു ദേശത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ മാത്രമല്ല, എല്ലാവരുടേതും കൂടിയാണ്. അതാണ് സത്യം. അതുകൊണ്ടാണ് ജാതിമത ഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഉത്സവത്തിന് എത്തിച്ചേരുന്നത്. എന്തിനാണ് നിങ്ങളിവിടെ വന്നതെന്ന് ആ സമയത്ത് ആരും ആരോടും ചോദിക്കാറില്ല. മതസൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഓരോ ഉത്സവവും. മതം, ജാതി, രാഷ്ട്രീയം എന്നിവയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുമ്പോഴും നാടിൻ്റെ പാരമ്പര്യവും വിശ്വാസങ്ങളും സംസ്കാരവും ആചാരങ്ങളും ജനങ്ങളെ ഒന്നിപ്പിക്കുന്നു. അവിടെ ദേശവും ചരിത്രവും ഭാഷയും ഒന്നാകുന്നു. ആ വിധത്തിൽ ഉണരുന്ന ആത്മീയ ചൈതന്യം അടുത്ത വർഷത്തെ ഉത്സവത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഏതു ക്ഷേത്രത്തിലും കൊടിയിറങ്ങിയാൽ ഉത്സവം സമാപിക്കും. ശാസ്തമംഗലം മഹാദേവർ ക്ഷേത്രത്തിൽ ഇക്കൊല്ലത്തെ ഉത്സവത്തിന് ഇതോടെ പരിസമാപ്തിയായി. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഏതൊരു മഹാദേവ ക്ഷേത്രത്തിലും പരമശിവന്റെ ജടയിൽ നിന്നും ഗംഗ ഒഴുകുന്നു, അത് മുറിച്ചു കടക്കുവാൻ പാടില്ല എന്ന അർത്ഥത്തിൽ ശ്രീകോവിലിന് ചുറ്റും മുഴുവൻ പ്രദക്ഷിണവും അനുവദിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ മാത്രം മുറിച്ച് പൂർണ്ണ പ്രദക്ഷിണമാവാം. ഇങ്ങനെയൊരു പ്രത്യേകത മറ്റേതെങ്കിലും മഹാദേവ ക്ഷേത്രത്തിലുള്ളതായി എൻ്റെ അറിവിലില്ല. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.